سيد الأولين والآخرين محبوب رب العالمين وعلى آله وصحبه أجمعين. ഉലമാക്കൾ, സാദാത്തുക്കൾ, കാരണവന്മാർ, സഹോദരീ സഹോദരങ്ങൾ, ഇഷ്ഖ് മദീന വലിയൊരു പരിപാടിയുടെ ഇടക്കാണ് നാം ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ ഇനിയും പ്രസംഗകർ വരാനുണ്ട്, ഉപദേശങ്ങളും നസീഹത്തുകളൊക്കെ വരാനുണ്ട്. ബുർദ, ബെയ്ത്തും മറ്റ് മദ്ഹിന്റെ കാവ്യങ്ങളും പലതും ഈ വേദിയിൽ വരാനുണ്ട്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. നേരത്തെ ഈ പരിപാടിക്ക് ക്ഷണിച്ച സമയത്ത് തന്നെ ഈ ഡേറ്റ് ഗൾഫിലാകേണ്ടതാണ് എന്ന നിലയ്ക്ക് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വേറൊരു പരിപാടി ആകസ്മികമായി ഉണ്ടാവുകയും ചെയ്തു. അത് പെട്ടെന്ന് തീർത്തിങ്ങോട്ട് പോകുന്നത്. നിങ്ങളുടെ ഈ മജ്ലിസിന്റെ ബറക്കത്തൊന്ന് കിട്ടാനും നിങ്ങളുടെ എല്ലാവരുടെയും ദുആ ലഭിക്കാനും വേണ്ടി മാത്രം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസുകൾ അത് ഏറ്റവും പോരിശിയാക്കപ്പെട്ട മജ്ലിസാണ്, ഏറ്റവും പുണ്യം നിറഞ്ഞ മജ്ലിസാണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന മജ്ലിസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ നമ്മെക്കൊണ്ട് സാധിക്കില്ല. മാദിഹീങ്ങൾ പറഞ്ഞിട്ട് എവിടെയും എത്തിയിട്ടും ഇല്ല. മറ്റു പല വ്യക്തികളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ, ചരിത്രം പറയുമ്പോൾ, അനുസ്മരിക്കുമ്പോൾ ഒരു കൊല്ലം പറഞ്ഞത് തന്നെ പിറ്റത്തെ കൊല്ലവും പറയാനുണ്ടാവുകയുള്ളൂ. ഒരു പുസ്തകം എഴുതിയാൽ അത് അവസാനിച്ചു പോകും. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറ, അവിടുത്തെ മദ്ഹുകൾ, ഓരോ വർഷവും പുതിയ പുതിയ കിതാബുകൾ, വലിയ വോള്യങ്ങളുള്ള, ധാരാളം വോള്യങ്ങളുള്ള കിതാബുകൾ ലോകത്ത് ഇറങ്ങുന്നുണ്ട്. ഓരോന്നിലും ചരിത്രങ്ങൾ പുതിയത് ധാരാളമായി ഉണ്ടാകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഓരോ നിമിഷവും സംഭവ ബഹുലമാണ്. അത് മുഴുവനും രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാ. അവിടുത്തെ ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ ദീൻ പഠിപ്പിക്കാനാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടുള്ളത്. ഖുർആൻ എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും സ്വഹാബത്ത് ഒപ്പിയെടുത്തിരുന്നു. അവിടുത്തെ നിസ്കാരവും പ്രഭാഷണവും ഉപദേശങ്ങളും, അവിടുത്തെ വീട്ടിലെ കാര്യങ്ങൾ, കുടുംബജീവിതം, അവിടുത്തെ രഹസ്യ ജീവിതങ്ങൾ എല്ലാം ലോകത്തിന്റെ പാഠമാകേണ്ടതാണ്. അത് അവിടുത്തെ സഹധർമ്മിണിമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ, അവിടുത്തെ ഖാദിമുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ, അവിടുത്തെ കൂടെ നടന്ന ഓരോരുത്തരും ജീവിതത്തിൽ മനുഷ്യന് ആവശ്യമായ മസലകൾ അന്ന് സ്വഹാബത്ത്, ചെറിയ സ്വഹാബത്ത്, വലിയ സ്വഹാബത്തിനോട് ചോദിക്കും. സ്ത്രീകൾ ആവശ്യമുള്ളത് നബിതങ്ങളുടെ ഭാര്യമാരോട് വന്ന് ചോദിക്കും. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കും.
ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതക്രമം, ഒരു ജീവിത പദ്ധതി, പ്രത്യയശാസ്ത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ്. മതത്തിന്റെ അതിർവരമ്പുകൾ വിട്ടുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിലുള്ള നിയമങ്ങളും തത്വങ്ങളും അത് ഭൗതിക ജീവിതത്തിൽ തന്നെ ആവശ്യമാണ് എന്ന് കണ്ടിട്ട് മറ്റുള്ളവരും ജീവിതത്തിൽ പകർത്താൻ തുടങ്ങി. സാമ്പത്തിക ശാസ്ത്രം, ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിനെ ലോകത്ത് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് തെളിയിക്കപ്പെട്ടു. മുതലാളിത്വ വ്യവസ്ഥിതിയും കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയും സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയും എല്ലാം ലോകത്ത് പരാജയപ്പെട്ടു. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയാണ് ലോകത്ത് വേണ്ടത് എന്ന് അമേരിക്കയും യൂറോപ്പുകാരനും ജപ്പാൻകാരനും പറയാൻ തുടങ്ങി. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിക ബാങ്കുകൾ തുടങ്ങിയ സമയത്ത് അതെല്ലാം 4 ദിവസം കൊണ്ട് പൂട്ടിപ്പോകുമെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റി. പലിശാധിഷ്ഠിതമല്ലാത്ത ലാഭനഷ്ട കച്ചവടങ്ങളിൽ, ലാഭനഷ്ടങ്ങളിൽ കൂറാകുന്ന നിലക്കുള്ള കച്ചവടങ്ങൾ മാത്രമേ പാടുള്ളൂ. പലിശ നാശത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. സ്വതക്കയാണ് ഇവിടെ ജീവിക്കുന്നത്. അല്ലാഹു തആല ഹലാലാക്കിയത് കച്ചവടമാണ്. പലിശ കൊണ്ട് ഇവിടെ സമ്പത്ത് വളർത്താൻ കഴിയുമെന്ന് ആരെങ്കിലും മോഹിക്കുന്നുവെങ്കിൽ അത് നൈമിഷികമായ നേട്ടം മാത്രമാണ്. ആത്യന്തികമായി അത് പരാജയമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ച സമ്പദ് വ്യവസ്ഥ തന്നെ വേണമെന്ന് പാശ്ചാത്യരും അമേരിക്കക്കാരനുമെല്ലാം പറയാൻ തുടങ്ങി. മാത്രമല്ല, അവർ ആ നിലക്കുള്ള വ്യവസ്ഥകൾ ഭാഗികമായെങ്കിലും പല സ്ഥലത്തും ആരംഭിച്ചു. ഇസ്ലാമിൽ വളരെ അറിയപ്പെട്ടൊരു കാര്യമാണ് സുന്നത്ത് കർമ്മം എന്ന് പറയുന്ന നിർബന്ധമായി ചെയ്യുന്ന സുന്നത്ത് കർമ്മം. ചലാകർമ്മം മുസ്ലിമിന്റെ ഒരു അടയാളമാണ്, തിരിച്ചറിയാനുള്ള ഒരു അടയാളമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ട സമയത്ത് അവിടെ പണക്കാർ മുഴുവനും പാകിസ്ഥാനിലേക്ക് പോവുകയും പാവപ്പെട്ടവർ ഇവിടെ ബാക്കിയാവുകയും ചെയ്തപ്പോൾ പഞ്ചാബ് പോലുള്ള പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളായ പാവപ്പെട്ട മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കിയ ഒരു സമയത്ത് ചേലാകർമ്മം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് ആ മനുഷ്യരെ മുഴുവനും കൊന്നൊടുക്കിയിരുന്നു. എന്നാൽ ഇന്ന് പല രോഗങ്ങളുടെയും ചികിത്സക്കായി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ അമുസ്ലിങ്ങളായ പലരും ഈ ഒരു കർമ്മത്തിന് സർജറിക്ക് വിധേയരാവുകയാണ്. മെഡിക്കൽ കോളേജിലെയോ മറ്റു ഹോസ്പിറ്റലിലെയോ സർജന്മാരോട് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ വിവരങ്ങൾ അറിയാൻ കഴിയും. കാരണം ഇസ്ലാം നടപ്പിലാക്കിയിട്ടുള്ള ഒരു കാര്യം, അത് ഭൗതിക ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ആഖിറത്തിൽ കൂലി കിട്ടും ഇല്ല എന്നുള്ള വിഷയങ്ങൾ വെച്ചിട്ടല്ല, ഭൗതിക ജീവിതത്തിൽ തന്നെ ആരോഗ്യത്തിന്റെ രക്ഷയ്ക്ക് അത് അനിവാര്യമാണ് എന്ന് തെളിയിക്കപ്പെട്ടു. സ്ത്രീകൾക്ക് ഹിജാബ് ധരിക്കണം, വിശുദ്ധ ഇസ്ലാമിന്റെ ഒരു നിയമമാണത്. ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ പലരും കളിയാക്കുന്നവരുണ്ട്, ഇസ്ലാമിനെ വിമർശിക്കുന്നവരുണ്ട്. സ്ത്രീകളെ വേറിട്ട് കാണുകയും അവർക്ക് സ്ഥാനം കൊടുക്കാതിരിക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നവരുണ്ട്. അവരുടെ മനസ്സാക്ഷിയോട് യോജിച്ചുകൊണ്ടല്ല ആ കാര്യങ്ങൾ അവർ പറയുന്നത്. അത് ഇസ്ലാമിനെ വിമർശിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ്. എന്നാൽ ഇന്ന് മുസ്ലിംകളല്ലാത്ത ധാരാളം സ്ത്രീകൾ ലോകത്ത് പർദ്ദ ധരിക്കൽ പതിവാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് UK-യിലെ ഒരു മുസ്ലിം വനിത ആരംഭിച്ച ഒരു പ്രൊമോഷനാണ്, ഒരു ക്യാമ്പയിൻ. അന്നൊരു അമുസ്ലിം പെൺകുട്ടിക്ക് പർദ്ദ ധരിക്കണം എന്നൊരു മോഹമുണ്ടായി. അങ്ങനെ അവൾക്ക് തോന്നുന്നു, ഇത് എനിക്ക് ധരിക്കാൻ പറ്റില്ല, കലിമ ചൊല്ലിയാൽ മാത്രമേ പർദ്ദ ധരിക്കാൻ പറ്റുള്ളൂ എന്നൊരു തോന്നലുണ്ടായി. ആർക്കും ഹിജാബ് ധരിക്കാം എന്നൊരു മുസ്ലിം സഹോദരി പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവൾ പർദ്ദ ധരിക്കാൻ തുടങ്ങുകയും പർദ്ദ ധരിച്ചപ്പോൾ അവർക്കുണ്ടായ മാനസികമായ സന്തോഷത്തെ അവർ ഇന്റർനെറ്റിലൂടെ പങ്കുവെക്കുകയും ചെയ്തപ്പോൾ
ഇന്ന് 50 രാഷ്ട്രങ്ങളിൽ ആയിരക്കണക്കിന് സ്ത്രീകളാണ് എല്ലാ വർഷവും ഫെബ്രുവരി 1-ാം തീയതി വേൾഡ് ഹിജാബ് ഡേ ആയി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും അമുസ്ലിംകളായ സഹോദരിമാർ പർദ്ദ ധരിച്ചുകൊണ്ട് പരിശീലിക്കുന്ന ഒരു ദിവസമായി ഫെബ്രുവരി 1 പ്രഖ്യാപിക്കപ്പെട്ട് ലോകത്ത് നടത്തുവരികയാണ്. അങ്ങനെ പർദ്ദാധാരികൾ വർദ്ധിച്ചു വരാൻ തുടങ്ങിയപ്പോഴാണെന്ന് ലണ്ടനിൽ പർദ്ദ നിരോധിക്കാൻ വേണ്ടിയുള്ള വോട്ടെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതൊരു സുരക്ഷിതത്വമാണ്, പെണ്ണിന് സുരക്ഷിതത്വമാണ്. കമല സുറയ്യ മാധവിക്കുട്ടിയായിരുന്ന കാലത്ത് കൊൽക്കത്തയിലൂടെ നടന്നു പോകുമ്പോൾ, കൊൽക്കത്തയിൽ താമസിക്കുന്ന കാലത്ത് എനിക്കൊരു സമാധാനവും സുരക്ഷിതത്വവും ലഭിക്കാൻ വേണ്ടി ഞാൻ പർദ്ദ ധരിക്കാറുണ്ടായിരുന്നു എന്ന കാലത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങൾ ഹനിക്കുന്നു, ഇതാണ് ചിലർ പറയുന്നത്. സ്ത്രീകളുടെ അവകാശങ്ങൾ ഹനിക്കുന്നു, അവർക്ക് അവകാശങ്ങൾ കൊടുക്കുന്നില്ല. എന്താണ് അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ അവകാശം കൊടുക്കുന്നില്ല, സ്ത്രീകൾക്ക് സ്റ്റേജിൽ കയറി വഅദ് പറയാൻ അവകാശം കൊടുക്കുന്നില്ല. സഹോദരന്മാരെ, ഇത് അവകാശമാണോ ബാധ്യതയാണോ? 5 നേരവും പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ഇഷ്ടമുള്ളവരാരാ ഉള്ളത്? ആഖിറത്തിൽ കൂലി കിട്ടും എന്നൊരു ചിന്തയോടുകൂടിയും ആ താല്പര്യം കൊണ്ടും പോവുകയാണ്. മനുഷ്യന്റെ ശരീരത്തിന്റെ താല്പര്യം കൊണ്ട് ആരും പോകുന്നില്ല, പോകാതിരിക്കാനാണ് മനുഷ്യന് താല്പര്യം. അപ്പൊ പുരുഷന്റെ മേൽ ഇതൊരു ബാധ്യതയാണ്. അവൻ പോയി ജമാഅത്ത് നടത്തിക്കൊള്ളണം, നിർബന്ധമാണ്. ബാധ്യതയില്ല എന്നാരെങ്കിലും, എനിക്ക് ബാധ്യത കിട്ടിയില്ല എന്നാരെങ്കിലും പറയാറുണ്ടോ? നെല്ല് കൃഷി ചെയ്യുന്നവനും ഗോതമ്പ് കൃഷി ചെയ്യുന്നവനും വിളവെടുക്കുമ്പോൾ 10% സ്വതക്ക ചെയ്യണം, നിർബന്ധമായി സക്കാത്ത് കൊടുക്കണം എന്ന് പറയുമ്പോ, പച്ചക്കറി കൃഷിക്കാരൻ ഞങ്ങളോട് സക്കാത്ത് വാങ്ങുന്നില്ല, ഞങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമാക്കിയിട്ടില്ല, അത് ഞങ്ങളുടെ അവകാശത്തെ ഹനിക്കലാണ് എന്നാരെങ്കിലും പറയാറുണ്ടോ? നമ്മൾ രക്ഷപ്പെട്ടു എന്നേ പറയുള്ളൂ. ബാധ്യതകൾ ഉണ്ടാകണം എന്നാരാണ് ആഗ്രഹിക്കാറുള്ളത്? ഇസ്ലാം സ്ത്രീകളുടെ അവകാശങ്ങൾ എവിടെയും ഹനിച്ചിട്ടില്ല. ഇസ്ലാം സ്ത്രീകളെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു. ഒരുപാട് ബാധ്യതകൾ ഒഴിവാക്കി കൊടുത്തു. പള്ളിയിൽ ജമാഅത്ത് നടത്തേണ്ട ഉത്തരവാദിത്വം പുരുഷന്മാർക്കാണ്, അത് നിങ്ങൾ പോകേണ്ടതില്ല എന്ന് ഇസ്ലാം പറഞ്ഞു. മക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ചെലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം അത് പുരുഷനാണ്, നിങ്ങൾ പണിയെടുക്കാൻ പോകേണ്ടതില്ല എന്ന് പറഞ്ഞു. അത് ബാധ്യത ഒഴിവാക്കി കൊടുക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? പെണ്ണ് പ്രസവിച്ചാലേ മനുഷ്യനുണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടിയാണ് അല്ലാഹു തആല ആണിനെയും പെണ്ണിനെയും രണ്ടാക്കി പടച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പൊതുരംഗത്തിറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമായിരുന്നെങ്കിൽ പുരുഷൻ മാത്രം മതിയായിരുന്നല്ലോ. ഏത് സമയത്തും ഒരു ഉൽപ്പന്നത്തിന്റെ മുഴുവൻ ഭാഗവും ആരും ഉപയോഗിച്ചു തീർക്കുകയില്ല. നെല്ല് കൊയ്താൽ ഒരു ഭാഗം തിന്നാൻ വേണ്ടി എടുക്കും, ഒരു ഭാഗം ഇനിയും മുളപ്പിക്കാൻ വേണ്ടി നിർത്തിവെക്കും. അപ്പൊ വിത്തിന് വെക്കുന്ന നെല്ല് പറയുമോ എന്നെ തിന്നുന്നില്ല, എന്നെ വീണ്ടും മുളപ്പിക്കുകയാണെന്ന്? ഒരു കച്ചവടം ചെയ്ത് ലാഭമുണ്ടായാൽ അതിന്റെ ഒരു ഭാഗം വീട്ടിലെ ചെലവിനും കാര്യങ്ങൾക്കും വേണ്ടി എടുക്കുമ്പോൾ മറ്റൊരു ഭാഗം വീണ്ടും കച്ചവടം ചെയ്യാൻ വേണ്ടി അവിടെ തന്നെ വെക്കുന്നു. അപ്പൊ ആ പണം പറയുകയാണ് എന്നെ ചെലവഴിച്ച് തീർക്കുന്നില്ല എന്ന്. ഇതുപോലെ പ്രത്യുൽപാദനത്തിന് വേണ്ടി ആ ഒരു പ്രക്രിയ നടത്താൻ വേണ്ടി ഗർഭം ധരിക്കാനും പ്രസവിക്കാനും കുട്ടികളെ പോറ്റാനും എന്ന വലിയൊരു ബാധ്യത പെണ്ണിന്റെ തലയിൽ ഉള്ളതുകൊണ്ട്, അത് പുരുഷന് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടും ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ പെണ്ണിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു ഇസ്ലാം. അതുകൊണ്ട് അവർ നിരന്തരമായി പ്രസവിച്ചുകൊണ്ടിരിക്കണം. ചൈനയിലേതാ ഒരു പെണ്ണ് ഒരു കുട്ടിയെ മാത്രമേ പ്രസവിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം വെച്ചു. ഇപ്പോൾ പാർലമെന്റ് കൂടിയിട്ട് പാസാക്കി ഒന്നും കൂടെ ആവാം, കാരണം തികയുന്നില്ല, കുട്ടികൾ മതിയാകുന്നില്ല. ഇപ്പൊ ചൈനയിൽ ഈ വരുന്ന 5 വർഷങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ വയസ്സന്മാര് മാത്രമേ ഉണ്ടാകൂ എന്നാ പറയുന്നത്. ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ ഇവിടെ യുവാക്കൾ വേണം, കുട്ടികൾ വേണം, വൃദ്ധന്മാര് വേണം.
അപ്പൊ ഒരു കാലത്ത് കുറെ അങ്ങുണ്ടായി, പിന്നെ കുറെ കാലം ഉണ്ടായില്ല, പിന്നെ അവസാനം വയസ്സന്മാര് മാത്രമായാൽ ആരാണ് കൈപിടിക്കാനുണ്ടാവുക? രോഗികൾ ആരാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാനുണ്ടാവുക? ഇവരെ ശുശ്രൂഷിക്കാൻ ആരാണ് ഉണ്ടാവുക? അവർക്കിവിടെ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി രാജ്യത്തിന് സംഭാവന ചെയ്യാൻ സാധിക്കുമോ? നിർത്തിയ രാജ്യങ്ങളെല്ലാം കുടുങ്ങി. റഷ്യയിലും കാനഡയിലൊക്കെ ഒരു കുട്ടിനെ പ്രസവിച്ചാൽ ഭാര്യയ്ക്കും ഭർത്താവിനും 2 വർഷത്തെ ശമ്പളം ഫ്രീ ആണ്. ലീവ് എടുത്ത് മക്കളെ പോറ്റിക്കൊള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും കൊടുക്കാൻ. കാരണം മക്കളില്ലാതെ കുടുങ്ങിയിരിക്കുകയാണ്. അങ്ങനെയുള്ള വലിയൊരു ബാധ്യത പെണ്ണിനുള്ളത് കൊണ്ട് ഒരുപാട് ഉത്തരവാദിത്വത്തിൽ നിന്ന് അവരെ ഒഴിവാക്കി കൊടുത്തു. വേദം പഠിക്കാൻ പാടില്ല എന്ന് പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീകൾക്ക് അവകാശമില്ലാത്തൊരു കാലത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുത്തു. ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് കേട്ടാൽ മുഖം കറുത്തു പോകുന്ന മനുഷ്യന്മാർ, ആരും അറിയാതെ ആ കുട്ടിയെ കൊണ്ടുപോയി മണ്ണിൽ കുഴിച്ചിട്ടിരുന്ന, ജീവനോട് കുഴിച്ചിട്ടിരുന്ന കാട്ടാളന്മാർ, അവർക്കിടയിൽ പെണ്ണ് ജീവിക്കട്ടെ, പെണ്ണ് വളരട്ടെ, അവർ സമൂഹത്തിന്റെ ഭാഗമാണ്. അത്തർ പോലെ എനിക്കിഷ്ടമാണ് പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞിട്ട് പെണ്ണിന്റെ മഹത്വം പ്രസംഗിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ജീവിക്കാൻ അവകാശം കൊടുത്തു. ആർത്തവക്കാരിയായ പെണ്ണിനെ വീട്ടിലേക്ക് കയറ്റാൻ പാടില്ല. ഹൈലുണ്ടായാൽ പിന്നെ അവർ വീട്ടിന് പുറത്തെവിടെയെങ്കിലും വിറകുപറയിലോ മറ്റോ താമസിച്ചു കൊള്ളണം എന്നുള്ളൊരു ഒരു വിശ്വാസം. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ചു അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ശാരീരികമായൊരു പ്രക്രിയ മാത്രമാണ്. അസമയത്ത് അവർക്ക് മാനസികമായ കുറച്ച് ദൗർബല്യം അനുഭവപ്പെടുമെങ്കിൽ അക്കാരണം കൊണ്ട് അവർ നിസ്കരിക്കേണ്ടതില്ല. ആ സമയത്ത് നോമ്പനുഷ്ഠിക്കേണ്ടതുമില്ല. പക്ഷേ നോമ്പ് പിന്നീട് ഖളാ വീട്ടണം. യസ്അലൂനക അനിൽ മഹീദ് ഖുൽ ഹുവ അദൻ ഫഅതസിലുൻ നിസാഅ ഫിൽ മഹീദ് ഫലാ തഖറബൂഹുന്ന ഹത്താ യത്ഹുർന. ഹൈദുള്ള പെണ്ണിനെ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവൾ വീട്ടിന്റെ ഉള്ളിൽ താമസിക്കട്ടെ, നിന്റെ കൂടെ തന്നെ കിടപ്പറ പങ്കിടുന്നതിനും കുഴപ്പമില്ല. യാതൊരു നിലക്കുള്ള അവമതിക്കലും ഇകഴ്ത്തലും പെണ്ണിന് ഇസ്ലാം അനുവദിച്ചില്ല. അവർക്ക് വലിയ സ്ഥാനം തന്നെ നൽകിക്കൊടുത്തു. ഖുർആൻ പഠിക്കാൻ പെണ്ണിന് അവകാശമുണ്ട്. അവരത് പഠിക്കണം, ഓതണം. ഖുർആൻ ഹിഫ്ള് ചെയ്യണമെങ്കിലും പെണ്ണിന് അവകാശമുണ്ട്. ഇൽമ് എത്ര തന്നെ അവർ ഓതി പഠിക്കുന്നതിനും ഇസ്ലാമിൽ വിലക്കേർപ്പെടുത്തിയിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ പഠിച്ചു മുഫ്തിയാകാം. എത്രയും വലിയ വിദ്യാഭ്യാസം, വിജ്ഞാനം അവർക്ക് കരസ്ഥമാക്കാം. അതിന് തടസ്സം വെച്ചിട്ടില്ല. എന്നാൽ അവർക്ക് വേണ്ട ബാധ്യതകൾ ഒഴിവാക്കുക മാത്രമാണ് ചെയ്തത്. ആ കൂട്ടത്തിൽ അവർക്ക് വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു സ്ഥാനമാണ് ഹിജാബ്. പുരുഷനെ പോലെ അങ്ങനെ തുറന്ന് നടക്കാൻ പറ്റില്ല. പെണ്ണ് വളരെ മാന്യമായ ഡ്രസ്സ് ധരിച്ച് അവരെ സ്പെഷ്യലായി കെയർ ചെയ്യണം, പൊന്നുപോലെ സൂക്ഷിക്കണം. അമ്മിയും കുട്ടിയും റോട്ടരികിൽ ഇടുന്നത് പോലെയല്ല പൊന്ന്. അത് ജ്വല്ലറിയുടെ അലമാറക്കുള്ളിൽ തട്ടുകളിൽ കടലാസു വിരിച്ച് അതിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞ് പിന്നെയും പെട്ടിയിൽ വെച്ച് അങ്ങനെ സൂക്ഷിക്കണം. അതുപോലെ പെണ്ണിന് പ്രത്യേകമായ ശരീരം മറക്കുന്ന വസ്ത്രം വേണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചപ്പോൾ അതിനെ കളിയാക്കിയവർ പോലും ഇന്ന് സുരക്ഷിതത്വത്തിന് അത് ആവശ്യമാണെന്ന് പറഞ്ഞ് ലോകം വിളിച്ചു പറയുന്നു. ഹിജാബ് എ ഡേ എന്ന പ്രോഗ്രാമിലൂടെ ഇങ്ങനെ നോക്കിയാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ, നിർദ്ദേശങ്ങൾ, അതാണ് ലോകം ഇന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നെനിക്ക് കാണാൻ സാധിച്ചു, ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് ഇറക്കിയൊരു നോട്ടീസ്. ആ നോട്ടീസിൽ പറയുന്നത് മഞ്ഞപ്പിത്ത രോഗം നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. മഞ്ഞപ്പിത്തം പിടിപെട്ടാൽ അതിന് ഫലപ്രദമായ ചികിത്സകളൊന്നും ഇല്ല. അവരടുത്തൊന്നുമില്ല എന്നാണ് പറയുന്നത്. യുനാനി മെഡിസിനിലും അതുപോലെ നാടൻ ചികിത്സയിലൊക്കെ അതിന് ചില ചികിത്സകളുണ്ട്.
എന്നാലും ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന രോഗം നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. അതിന്റെ കാരണം എന്താണ്? മലവിസർജ്യത്തിൽ നിന്ന് വരുന്ന അണുക്കളാണ്, ബാക്ടീരിയകളാണ് ഈ രോഗത്തിന്റെ കാരണമായി തീരുന്നത്. കക്കൂസിന്റെ കുഴിയും കിണറും തമ്മിൽ ചുരുങ്ങിയത് 15 മീറ്ററെങ്കിലും അകലം വേണം. ഈ ടാങ്കിൽ നിന്ന് അങ്ങോട്ട് കിണറ്റിലേക്ക് അണുക്കൾ പാസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ടാങ്കുകൾ കൂടുതൽ ആഴത്തിൽ കുഴിക്കരുത്. ചിലർ വിചാരിക്കും വലിയ ആഴത്തിൽ കുഴിച്ചാൽ കുറെ കാലത്തേക്ക് നിൽക്കും. അത് തെറ്റാണ്. 5 അടിയെ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ഭൂമിയിൽ അങ്ങ് കുടിച്ചു പോകും. അല്ലാതിരുന്നാൽ കുടിക്കൂല. അത് വെള്ളം പോലെ, കിണർ പോലെ തന്നെയാകും. പിന്നെ കിണറുമായി ലയിക്കും. പരിശോധിച്ച പല കിണറുകളും പരിശോധിച്ചിട്ട് ഡീകോളി ബാക്ടീരിയയാണ് ആ വെള്ളത്തിലെല്ലാം കാണുന്നത്. അതിന്റെ കാരണം കൊണ്ടാണ് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. പക്ഷെ ഇന്ന് അടുത്തടുത്ത് വീടുകൾ വന്നപ്പോ എന്റെ വീട്ടിലെ കിണറ് വീടിന്റെ മുൻഭാഗത്തും ടോയ്ലറ്റിന്റെ ടാങ്ക് പിൻഭാഗത്തും അപ്പൊ 15 മീറ്റർ വ്യത്യാസമുണ്ട്. പക്ഷെ തൊട്ടടുത്ത ആളുടെ വീടിന്റെ കിണറ് എന്റെ ടാങ്കിന്റെ തൊട്ടടുത്ത്. അങ്ങനെ വന്ന് നാട്ടിൽ നിറയെ രോഗം പ്രചരിക്കാനുള്ള കാരണങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ വീടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറെ ചിന്തിക്കേണ്ടതുണ്ട്. 5-8 വീടുകൾ ഒന്നിച്ചുണ്ടാക്കുമ്പോൾ എല്ലാവരുടെയും കൂടെ ടാങ്കുകൾ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കാനും എല്ലാവർക്കും കൂടെ വെള്ളം സപ്ലൈ ചെയ്യാൻ ഒരു കിണറാക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാം. ഈ പ്രദേശത്തൊക്കെ ധാരാളം ഭൂമി ഇനിയും ബാക്കിയുണ്ടെങ്കിലും ചെറിയ ചെറിയ ഭൂമികളിൽ നിറയെ നമ്മൾ മക്കൾക്ക് ഓരോരുത്തർക്കും ചെറിയ ചെറിയ വീടുകൾ ഉണ്ടാക്കിയാൽ ഭൂമി തീർന്നു പോകും. അതുകൊണ്ട് ഇനി ഒരു വീടിന്റെ സ്ഥലത്ത് 5 നില ഉണ്ടാക്കുക. 5 മക്കളും ഒരേ കെട്ടിടത്തിന്റെ മുകളിൽ ഓരോ തട്ടിൽ താമസിക്കട്ടെ. ബാക്കി കൃഷി ചെയ്യാൻ ഭൂമി ബാക്കി ഉണ്ടാകട്ടെ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഈ കിണറുകളിലും മറ്റും വരുന്ന, അപ്പൊ അതിന് പരിഹാരമായിട്ട് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൈ കഴുകണം, തുറന്നു വെച്ച വെള്ളം കുടിക്കരുത്. അങ്ങാടിയിലും മറ്റും റോഡിന്റെ സൈഡിലൂടെ വെയിൽ കൊള്ളാനും മറ്റും വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സുകളും അതുപോലെ പാനീയങ്ങൾ അതൊന്നും കുടിക്കരുത്. നല്ല തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കണം. കച്ചവടം ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിച്ചോളൂ. ഈ ചുവന്ന ജ്യൂസും മറ്റുമൊക്കെ കുപ്പിയിലൊക്കെ റോഡ് സൈഡിൽ വെക്കും. കാരണം വാഹനത്തിലൊക്കെ പോകുന്നവർ പെട്ടെന്ന് കാണാൻ വേണ്ടി. അപ്പൊ അതിനൊരു സൂത്രം ചെയ്യാം. ചുവന്ന കളർ കലക്കിയിട്ട് കുപ്പിയിലാക്കിയിട്ട് പുറത്തു വെക്കുക, കാണാൻ വേണ്ടി. കുടിക്കാൻ അത് കൊടുക്കണ്ട. കുടിക്കാൻ കൊടുക്കാനുള്ളത് കടയുടെ ഉള്ളിൽ വളരെ ഭദ്രമായി വെയിൽ കൊള്ളാതെ വെക്കണം. അതുപോലെ കഴിയെങ്കിൽ ഫ്രൂട്ട്സ് കച്ചവടക്കാര് മെഴുകിന്റെയും പ്ലാസ്റ്റിക്കിന്റെയും ഒക്കെ ഓറഞ്ചും ആപ്പിളും ഒക്കെ മോഡൽ കിട്ടും. റോഡിന്റെ സൈഡിൽ അത് വെക്കുക, ആളുകൾ കാണാൻ വേണ്ടി. ഫ്രൂട്ട്സുകളെല്ലാം ഉള്ളിലേക്ക്, പച്ചക്കറിയൊക്കെ വെയിൽ കൊള്ളാതെയും പൊടി പുരളാതെയും വെക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ ആള് കാണാൻ വേണ്ടിയാണ് പുറത്തു വെക്കുന്നത്. പക്ഷെ അത് വലിയ ആഘാതങ്ങൾ അതിനെല്ലാം ഏൽപ്പിക്കുന്നുണ്ട്, കേടുവരുത്തുന്നുണ്ട്. ഈ ആരോഗ്യ വകുപ്പ് പറയുന്നത് കൈ കഴുകണം, മലമൂത്ര വിസർജനം നടത്തിയാൽ കഴുകണം, പിന്നെ കൈ സോപ്പിട്ട് കഴുകണം. ഇതൊക്കെ ഇസ്ലാം പണ്ട് പഠിപ്പിച്ചത്. അന്ന് മുനാഫിക്കുകൾ പറയുമായിരുന്നു, വല്ലാത്തൊരു നബിയാണ്, വല്ലാത്തൊരു പ്രവാചകനാണ്, ഞങ്ങളെ മൂത്രമൊഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണ്ടേ? പഠിപ്പിക്കാതെ ആർക്കെങ്കിലും ഇത് അറിയുമോ? ചെറുപ്പത്തിലേ പഠിച്ചു വരുന്നത് കൊണ്ട് നമുക്ക് തോന്നും ഇത് മനുഷ്യന് സ്വമേധയാ മനസ്സിലാകും എന്ന്. ആദം അലൈഹിസ്സലാമിന്റെ മക്കൾ ഹാബീലും ഖാബീലും തമ്മിൽ തർക്കമുണ്ടായിട്ട് ഖാബീൽ ഹാബീലിനെ കൊന്ന സമയം, കൊന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നടക്കുകയാണ്. അവസാനം ഹാബീലിന്റെ മയ്യത്തും പുറത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്, എന്തു ചെയ്യണമെന്നറിയാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കയെ അയച്ചു കൊടുത്ത്, ഒരു കാക്ക മറ്റൊരു കാക്കയെ കൊല്ലുന്നു. അങ്ങനെ മണ്ണുകൊണ്ട് ആ മണ്ണ് തന്റെ കൊക്കുകൊണ്ട് മണ്ണുമാന്തിയിട്ട് ആ ശരീരത്തെ കുഴിച്ചിടുന്നു. അതു കണ്ടിട്ടാണ് ഹാബീലിനെ മറവ് ചെയ്യണം എന്ന കാര്യം പഠിക്കുന്നത്. സ്വമേധയാ ഇതൊന്നും പഠിക്കുകയില്ല. പഠിപ്പിച്ചത് കൊണ്ടാണ് ഇക്കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളത്. വിസർജനത്തിന് വേണ്ടി പ്രത്യേകം സ്ഥലം ഏർപ്പാട് ചെയ്യണം. അങ്ങോട്ട് കടക്കുമ്പോൾ ദിക്ർ ചൊല്ലണം.
പുറത്തേക്ക് വരുമ്പോൾ ദിക്ർ ചൊല്ലണം, കഴുകണം, വൃത്തിയാക്കണം. എത്രമാത്രം കഴുകണം? അതിന്റെ വാസനയും നിറവും മണവും ഒക്കെ പോകുന്നത് വരെ കഴുകണം, കൈയും കഴുകണം. എന്നിങ്ങനെ വളരെ കൃത്യമായി ശുചിത്വം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ശുചിത്വമില്ലായ്മ ആധുനിക ഫാഷന്റെ പിന്നാലെ പോയത് കൊണ്ട് ശുചിത്വമില്ലാതെ മനുഷ്യൻ രോഗികളായിത്തീരുന്നു. നിങ്ങൾ കണ്ടോ, പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിലുള്ള വെള്ളമാണ് എല്ലാ സ്ഥലത്തും. അത് വളരെ ശുദ്ധില്ല എന്നാണ് ആളുകളുടെ വിചാരം. നമ്മുടെ പഴയ ചെരുപ്പും ബ്രഷും ഒക്കെ പെറുക്കി കൊണ്ടുപോകുന്ന ഒരു കൂട്ടരുണ്ട്. അവരത് കൂട്ടിക്കൊണ്ടുപോയി ഉരുക്കിയിട്ടാണ് വീണ്ടും കുപ്പിയാക്കി മാറ്റുന്നത്. ആ ഉരുക്കിയുണ്ടാക്കിയ കുപ്പി ഒരു ഭാഗത്ത് ഉരുക്കിയിട്ട് അതിലേക്ക് ആ മൂശയിലേക്കിട്ട് ഒരൊറ്റ വിസിൽ, ഒരു കംപ്രസ് ചെയ്ത വായു അതിലേക്ക് അങ്ങ് അടിക്കുമ്പോൾ കുപ്പിയായി മാറി. കുപ്പി നേരെ വരുന്നു, അതിലേക്ക് വെള്ളം നിറക്കുന്നു, ഈ കുപ്പി കഴുകുന്നില്ല. അത് പിന്നെ എല്ലാ വെയിലത്തും വെക്കുന്നു. വെയിൽ കൊണ്ട് ആ പാത്രത്തിലുള്ള കുപ്പിയിൽ അണുക്കൾ നിറയുന്നു. അതാണ് മനുഷ്യൻ കുടിക്കുന്നത്. ഏതെങ്കിലും കിണറ്റിൽ ഇറങ്ങി അവിടുന്ന് കോരിയിട്ട് കുടിക്കുമ്പോൾ അണുക്കൾ ഉണ്ടാകും എന്ന പേടിയാണ്. സാധാരണ ഭൂമിയിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള അണുക്കളും മറ്റുമൊക്കെ ഉണ്ടാകും. പക്ഷെ അത് പ്രതിരോധിക്കാനുള്ള ശക്തിയും മനുഷ്യനുണ്ട്. അതൊന്നും മനുഷ്യൻ ഉപയോഗിക്കാതിരുന്നാൽ അവന്റെ പ്രതിരോധ ശക്തി പറ്റേ കുറഞ്ഞു പോകും. അയാൾ ചെറിയ എന്തെങ്കിലും ഒരു തണുപ്പടിക്കുമ്പോഴേക്ക് അവർക്ക് രോഗം വരും. തണുപ്പിനെയും ചൂടിനെയും പൊടിയെയും ചളിയെയും എല്ലാം പ്രതിരോധിക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. ഇന്ന് കണ്ടില്ലേ, നിലത്തിരിക്കുന്ന പരിപാടി ഒഴിവാക്കി വുളു ചെയ്യാൻ ഹൗലുകൾ നിന്ന് വുളു എടുക്കുന്നത് വന്നു. അടുപ്പും നിന്നിട്ട് കക്കൂസും നിലത്തിരിക്കുന്നില്ല, അതും കസേരന്റെ മുകളിൽ ഇരിക്കുന്നത് വന്നു. അതോടുകൂടി ആളുകൾ മുഴുവനും രോഗികളായി മാറി. പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല. പള്ളികളിൽ നിറയെ കസേരകൾ നിരത്താൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്തിരുന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അങ്ങനെ നിലത്തിരുന്ന് കഴിക്കുന്നതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനോട് ഏറ്റവും അടുത്തത് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കും. ഒരേ പാത്രത്തിൽ നിന്ന് കുറെ ആളുകൾ ഭക്ഷിക്കുന്നതാണ് നല്ലത്. ഖൈറു തുആമി മാ കസറത്ത് അലൈഹിൽ ഐദി, കുറെ ആള് തൊട്ട ഭക്ഷണമാണ് നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മൾ വെവ്വേറെ പ്ലേറ്റിലായി. ഇപ്പൊ പ്ലേറ്റ് ഇല്ല, കടലാസിന്റെ പാത്രം വാങ്ങിയിട്ട് എവിടെയെങ്കിലും പോയി ചുമര് ചാരി നിന്ന് തിന്നുന്നൊരു പതിവുകൾ വന്നു. രോഗം വർദ്ധിക്കാൻ തുടങ്ങി. എന്തെല്ലാം അസുഖങ്ങളാണ് വർദ്ധിച്ചു വരുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ കുറിച്ചുള്ള വലിയ അന്വേഷണം നമ്മൾ നടത്തണം. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്. ലോകം അവസാനിക്കാൻ വരുമ്പോ സുന്നത്തുകൾ ഓരോന്നോരോന്ന് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുന്നത്തിനെ ഹയാത്താക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അവന് 100 രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സീറകൾ പഠിക്കണം. മദ്ഹ് പറയുമ്പോൾ, പുകഴ്ത്തൽ പറയുമ്പോൾ സീറകളും പഠിക്കണം. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ പഠിക്കുകയും ഓരോന്നോരോന്നായി ജീവിതത്തിൽ ഓരോ ദിവസവും പുതിയതൊന്ന് ആഡ് ചെയ്യാൻ, ഓരോ മാസത്തിലും പുതിയൊരു സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവരാൻ, സുന്നത്തല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ വേണ്ടിയാണ് മൗലിദുകൾ നടത്തുന്നത്. ഗദ്യവും പദ്യവും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള മൗലിദുകളാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. മങ്കൂസ് മൗലിദ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഉണ്ടാക്കിയതാണ്. ഷറഫൽ ലനാ മൗലിദ്, സുബ്ഹാന മൗലിദ്, ബർസഞ്ചി മൗലിദ്, അങ്ങനെ ഒരുപാട് മൗലിദുകൾ കാണാം. ഈ മൗലിദുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തോടനുബന്ധിച്ച സംഭവങ്ങൾ പറയുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറയുന്നതുമാണ്. വിശുദ്ധ ഖുർആന്റെ ആജ്ഞാപനമാണത്. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹുവിന്റെ നിഅമത്തുകൾ നിങ്ങൾ എടുത്തു പറയണം.
ഏറ്റവും വലിയ നിഅമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു എന്നതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കണം. റബ്ബുൽ ആലമീൻ, ലോകത്തിന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് മുഴുവനും റഹ്മത്തായി അയച്ചിട്ടുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടാണ് നബിയെ അങ്ങേ നാം അയച്ചിട്ടുള്ളത്. ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ്. സുന്നികൾക്ക് മാത്രമല്ല, മനുഷ്യർക്ക് മാത്രമല്ല, ജീവികൾക്ക് മാത്രമല്ല, സസ്യലതാദികൾക്കും നിർജീവികൾക്കും എല്ലാറ്റിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്താണ്. എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. അക്കാരണം കൊണ്ട് തന്നെ എല്ലാം നബി തങ്ങളെ അങ്ങോട്ടും സ്നേഹിച്ചിട്ടുണ്ട്. വഅതാകൽ ഊദു യബ്കി വതദല്ലൽ ബൈന യദൈക واستجارك يا حبيبي عندك الظبي النفور يا نبي وأتاك العود يبكي, മരത്തിന്റെ ചില്ലകൾ, മരക്കൊമ്പുകൾ, വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ അങ്ങയോട് കരഞ്ഞുകൊണ്ട് പരാതിപ്പെട്ടുകൊണ്ട് വന്നില്ലയോ നബിയെ? മദീന മസ്ജിദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബയോതുന്നത് ഈത്തപ്പന മട്ടലിൽ ചാരി നിന്നുകൊണ്ടായിരുന്നു. അതായിരുന്നു ആദ്യത്തെ മിമ്പർ. പിന്നീട് സ്വഹാബിയാത്തിൽപ്പെട്ട നല്ലൊരു ഉമ്മ, ഒരു മഹദിയത, നല്ലൊരു മിമ്പർ ഉണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംഭാവന ചെയ്യുന്നു. പണ്ടേ സ്ത്രീകൾ സംഭാവനയുടെ കാര്യത്തിൽ വളരെ മുന്നിലാണ്. മസ്ജിദിലേക്കുള്ള മിമ്പറും മറ്റുമൊക്കെ അവർ സംഭാവന ചെയ്യുന്നു. ആ മിമ്പർ കിട്ടിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പഴയ മട്ടൽ, ഈത്തപ്പന മട്ടൽ അതാ ഒരു മൂലക്ക് ചാരി വെച്ചുകൊണ്ട് ഈ മിമ്പറിൽ കയറി ഖുതുബയോതുമ്പോൾ അതാ പള്ളിയുടെ മൂലയിൽ നിന്ന് ആ ഈത്തപ്പന മട്ടലങ്ങ് തേങ്ങി തേങ്ങിക്കരയുന്നു. ഒരു കുട്ടി കരയുന്നത് പോലെ വളരെ വേവലാതിപ്പെട്ടുകൊണ്ട് കരയുന്നു. കഴിഞ്ഞ ആഴ്ച വരെ എന്നെ ഖുതുബയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന നബിതങ്ങൾ എന്നെ മൂലയ്ക്ക് വെച്ചല്ലോ. വസ്തജാറക യാ ഹബീബ് ഇൻദക ലബിയുൻ നുഫൂർ, മാൻപേടെ അതാ ഓടി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതിപ്പെടുന്നു. നബിയെ, ഒരു ചെറിയ മാൻകുട്ടി ഓടി പറയുന്നു, കരയുന്നു, നബിയെ 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 എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. നബിതങ്ങൾ മാൻപേടയുടെ ശബ്ദം കേൾക്കുന്നു, സംസാരം മനസ്സിലാക്കുന്നു. എന്റെ അമ്മയുടെ പാല് കുടിക്കാൻ എന്നെ അനുവദിക്കുന്നില്ല. എന്റെ യജമാനൻ, എന്റെ മുതലാളി അമ്മയുടെ പാല് കുടിക്കുന്നതിന് തൊട്ടെന്നെ തടയുന്നു. നബിയെ, എന്നെ രക്ഷപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ആ മുതലാളിയുടെ അടുത്ത് ചെന്നുകൊണ്ട് പറയുന്നു, ഈ കുട്ടിക്ക് കുടിക്കാനുള്ള പാല് തടഞ്ഞു വെക്കാൻ പാടില്ല. ഒരു കച്ചവടക്കാരൻ കടം കൊടുത്തു, സമയമാകുമ്പോൾ തിരിച്ചു കിട്ടുന്നില്ല. ആളുടെ കയ്യിൽ പണമുണ്ട്, കടം വാങ്ങിയ ആള് തിരിച്ചു കൊടുക്കാതിരുന്നപ്പോ കൊടുത്ത ആള് ലഈഫാണ്. ഇയാൾ അങ്ങോട്ട് ചെന്നപ്പോൾ മറ്റേയാള് കണ്ണുരുട്ടി വിരട്ടി ഓടിക്കുകയാണ്. അബൂജഹിൽ എന്ന് പറയുന്ന മക്കയിലെ ഏറ്റവും വലിയ പ്രമാണിയും വലിയ കിങ്കരനും ധീരനുമായ ആളാണ്. ഒരാളും അദ്ദേഹത്തോട് ചോദിക്കാൻ ധൈര്യപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് പാവപ്പെട്ടവൻ പരാതിപ്പെടുന്നു, നബിയെ, എന്നോട് കടം വാങ്ങിയിട്ട് അവൻ തിരിച്ചു തരുന്നില്ല, എന്നെ വിരട്ടുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും നോക്കിയില്ല. അബൂജഹലിനടുത്തേക്ക് നേരെ പോകുന്നു, ധൈര്യമായി ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗംഭീര്യം കണ്ടുകൊണ്ട് അബൂജഹൽ വിറക്കുന്നു. അതാ പണം, പാവപ്പെട്ടവന്റെ പണമങ്ങ് തിരിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ മനുഷ്യർക്ക്, പാവപ്പെട്ടവർക്ക്, ഉമ്മമാർക്ക്, കുഞ്ഞുങ്ങൾക്ക്, മൃഗങ്ങൾക്ക്, മരങ്ങൾക്ക്, പറവകൾക്ക് എല്ലാറ്റിനും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങേ അയച്ചിട്ടില്ല നബിയേ. ആ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതകാലത്ത് സ്വഹാബത്ത്, എത്രയോ സ്വഹാബത്ത്, ഒന്നും രണ്ടുമല്ല, പലരും കാലിന് മുറിവുപറ്റിയവർ, കൈക്ക് മുറിവുപറ്റിയവർ, തലക്ക് വെട്ടേറ്റവർ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്കാണ് വരുന്നത്. അവിടുത്തെ കൈകൊണ്ടൊന്ന് തടവുന്നു. ചില മുറിവുകളിൽ അവിടുത്തെ തുപ്പുനീരെടുത്ത് പുരട്ടുമ്പോൾ ആ മുറിവുകൾ മാറിപ്പോകുന്നു. നേരത്തെ എല്ല് പൊട്ടിയിട്ടില്ലാത്തതുപോലെ തന്നെ അതേ രൂപത്തിലായി മാറുകയാണ്. ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണത യുദ്ധത്തിൽ തെറിച്ചു പോവുകയാണ്. ഖതാദ റളിയല്ലാഹു അൻഹു ആ നിലത്തു വീണ കണ്ണെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. നബി തങ്ങൾ ആ കണ്ണു വാങ്ങിയിട്ട് കുഴിയിൽ വെച്ച് അല്പം തുപ്പുനീരെടുത്ത് അവിടെ അങ്ങ് പുരട്ടുമ്പോൾ അതാ കണ്ണ് സുഖമാകുന്നു. നേരത്തെയുള്ള അവസ്ഥയിലേക്ക് തന്നെ മാറുന്നു. അങ്ങനെ ഒരു തബറുക്കില്ല, അങ്ങനെ ഒരു ബറക്കത്തും കിട്ടൂല. എന്താണ് പറയുന്നതൊക്കെ എന്ന് ചോദിക്കുന്ന മനുഷ്യന്മാരുണ്ട്. വളരെ വ്യക്തമായ സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കിണറ്റിൽ അതാ ഉപ്പുവെള്ളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറയുന്നു. നബിതങ്ങൾ ആ കിണറ്റിലേക്കൊന്ന് തുപ്പിയ കാരണം കൊണ്ട് അതാ ആ കിണറ്റിലെ വെള്ളം ശുദ്ധമാകുന്നു, നല്ല കുടിക്കാൻ യോഗ്യമായ വെള്ളമായി മാറുന്നു. അതുകൊണ്ടാണ് സ്വഹാബത്ത് പാടിയത്. പാടാൻ മെനക്കെട്ടവർക്ക് നബിതങ്ങൾ സമ്മാനവും കൊടുത്തു, പാടാൻ ഒരുങ്ങിയവർക്ക് സ്റ്റേജും കെട്ടിക്കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്ത് പാടിയിട്ടുണ്ട്. സ്വഹാബത്ത് 70 ചില്ലാനം സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് ഗീതങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബിതങ്ങളെ പാടി അങ്ങ് പുകഴ്ത്തി. നബിതങ്ങൾ മദീനത്തെ പള്ളിയിൽ ഒരു മിമ്പർ കെട്ടിക്കൊടുത്തൊരു സ്റ്റേജ് ഉണ്ടാക്കി കൊടുത്തു. അതിന്റെ മുകളിൽ കയറിയിട്ട് പാടാൻ വേണ്ടി പറഞ്ഞു. ശത്രുക്കൾ അങ്ങയെ വിമർശിക്കുകയും വളരെ കൂടുതൽ അപഹസിക്കുകയും ചെയ്ത സമയത്ത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ ലഅസുല്ലന്നക കമാ യസുല്ലുൽ ഖൈതു മിനൽ അജീൻ. ഗോതമ്പ് മാവിന്റെ ഉള്ളിൽ കുടുങ്ങിയ മുടി വലിച്ചെടുക്കുന്നത് പോലെ അങ്ങക്ക് യാതൊരു പോറലും മേൽക്കാതെ ഈ വിമർശകരുടെ വിമർശനങ്ങൾക്കിടയിൽ നിന്ന് അങ്ങേ ഞാനിങ്ങ് വലിച്ചു രക്ഷപ്പെടുത്തും നബിയേ. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബി كأنك قد خلقت كما تشاء. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പള്ളിയിലെ മിമ്പറിൽ വെച്ചാണ് നൂറുകണക്കിന് ബൈത്തുകൾ പാടുന്നത്. യാതൊരു ഐബുമില്ലാതെ അങ്ങ് ജനിച്ചിട്ടുണ്ട് നബിയേ. ആ നിലക്കാണ് അല്ലാഹു തആല അങ്ങേ പടച്ചിരിക്കുന്നത്. അവിടുത്തെ ശരീരത്തിന്റെ സൃഷ്ടിപ്പിൽ യാതൊരു കുറവും പറയാനില്ല. അങ്ങനെ വർണ്ണിച്ചുകൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടുന്നു. നബിതങ്ങൾ മിമ്പറുണ്ടാക്കി കൊടുക്കുന്നു. അതേ പ്രകാരം കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിച്ചിട്ട്, കളിയാക്കിയിട്ട്, നബിതങ്ങളെ എതിർത്തുകൊണ്ട് ധാരാളമായി പാടിയിട്ടുള്ള ആളാണ്. അവനെ കണ്ടാൽ കൊല ചെയ്യണം എന്ന് പോലും പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് അത്രയും വലിയ കഠോരമായ വിമർശനങ്ങളുമായി വന്ന ആളാണ്. ആ വിമർശനങ്ങൾക്കും വിധികൾക്കും ശേഷം അതാ കഅബ് മുഖമൂടി ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു.
بانت سعاد فقلبي اليوم متبول متيم نثرها لم يفد مأمول എന്ന് പറഞ്ഞ് ബാനത്ത് സുആദ് എന്ന് പറഞ്ഞ വളരെ വിഖ്യാതമായ കവിത അങ്ങ് ചൊല്ലി ചൊല്ലി പാടുകയാണ്. ഇന്നർ റസൂല ലസൈഫുൻ യുസ്തദാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിളങ്ങുന്ന മുത്താണ്. അതാ ഇന്ത്യയിലെ കരുവാരക്കുണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇന്ത്യൻ നിർമ്മിത വാളുപോലെ ലംഘുന്ന തിളങ്ങുന്ന നബിയാണ്. വൽഉദ്റു ഇൻദ റസൂലില്ലാഹി മഖ്ബൂലു ഉംബിതു അന്ന റസൂലല്ലാഹി യൗഅദനി വൽഉദ്റു ഇൻദ റസൂലില്ലാഹി മഖ്ബൂലു. എന്നെപ്പറ്റി അങ്ങ് വഴീദ് അറിയിച്ചിട്ടുണ്ട്. എന്നെപ്പറ്റി അതാ എന്നെ കണ്ടാൽ എവിടെ കണ്ടാലും പിടികൂടണം, കൊല്ലണം എന്നങ്ങ് പറഞ്ഞിട്ടുള്ള നബിയാണല്ലോ. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, വൽഉദ്റു ഇൻദ റസൂലില്ലാഹി മഖ്ബൂലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഉദ്ർ മഖ്ബൂലാണ്. ഉദ്ർ പറഞ്ഞാൽ അവിടുന്ന് സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഅബ് ഇബ്നു സുഹൈർ തന്റെ മൂടി അങ്ങെടുക്കുമ്പോൾ ഇന്നലെ വരെ വിമർശിച്ചൊരു മനുഷ്യൻ അതാ വലിയ തിരിച്ചു നല്ല മദ്ഹിന്റെ ഗീതങ്ങൾ ആലപിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തോളിലിട്ട ഷാൾ എടുത്തുകൊണ്ട് കഅബ് ഇബ്നു സുഹൈറിനെ പുതപ്പിക്കുന്നു, ഷാളണിയിക്കുന്നു, സമ്മാനം കൊടുക്കുന്നു. ഇങ്ങനെ മദ്ഹ് പറയൽ സ്വഹാബത്തിന്റെ ശരീഅയാണ്. അവിടുന്ന് ഇങ്ങോട്ട് താബിഈകളുടെയും താബിഈകളുടെയും എല്ലാ അഇമ്മത്തിന്റെയും ശരീഅയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളുടെ മജ്ലിസിനെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ബുർദയുടെയും മറ്റും ആലാപനത്തിന്റെ മജ്ലിസുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നല്ല മട്ടുണ്ട് കുട്ടികൾ തലേ കെട്ടും കുപ്പായൊക്കെ ആയിട്ട്. ഈ താടി പഠിക്കുന്ന ആൾക്കാരെ കൊണ്ടൊന്നും പാട്ട് അടിക്കാൻ പാടില്ല മജ്ലിസിൽ. നല്ല മട്ടത്തില് അതിന്റെ അദബിലുമായിരിക്കണം പാട്ട് പാടുന്നത്. പാടുമ്പോൾ അതിൽ നിന്ന് ഇഷ്ക് പൊലിയണം. അല്ലാതെ അതെന്തെങ്കിലും രാഗമായിട്ടും അത് എൻജോയ്മെന്റിന്റെ കവിതകൾ പാടില്ല. ഇഷ്ക് ആസ്വദിക്കാൻ പറ്റുന്ന കവിതകളായിരിക്കണം. അതിനു വേണ്ടിയുള്ള ദഫും അതിനു വേണ്ടിയുള്ള എല്ലാം 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 അനുവദനീയമാണ്. നമ്മുടെ സ്ഥാപനം അല്ലാഹു തആല വളരെ ഖൈറിലും ബറക്കത്തിലും ആക്കി ഉയർത്തി തരട്ടെ. നമ്മുടെ ഹിഫ്ളുൽ ഖുർആനും ദഅവ കോളേജും എല്ലാം നമുക്ക് വലിയ വലിയ സ്ഥാപനമായി അല്ലാഹു തആല നമ്മുടെ സ്ഥാപനത്തെ ഉയർത്തി തരുമാറാവട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും സംഭാവന ചെയ്യുന്നവരും സഹായിക്കുന്നവരും എല്ലാ ആളുകൾക്കും അല്ലാഹു ഖൈറും ബറക്കത്തും ചൊരിയുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SSF വോളപ്പൊയിൽ യൂണിറ്റ് ഇറക്കിയ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്മാകളുടെ ഒരു സമാഹാരം ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. പ്രകാശനം ചെയ്യുന്നത് ഹാഫിൽ അബ്ദുൽ ഹക്കീം അസ്ഹരി, ഏറ്റുവാങ്ങുന്നത് അബ്ദുൽ സമദ് ഓമശ്ശേരി. പ്രകാശനം നിർവഹിക്കുന്നതിന് അസ്ഹരി ഉസ്താദിനെയും ഏറ്റുവാങ്ങുന്നതിന് അബ്ദുൽ സമദ് ഓമശ്ശേരിയെയും യുക്തിവാദം ശാസ്ത്രത്തിന് കുഴിമാടം മുഹമ്മദ് ജമാലുദ്ദീൻ അഹ്സനി മഞ്ഞപ്പറ്റ MDS ദാവ കോളേജിലെ മുദരിസ് കൂടിയായ മുഹമ്മദ് ജമാലുദ്ദീൻ അഹ്സനി മഞ്ഞപ്പറ്റ എഴുതിയ യുക്തിവാദം ശാസ്ത്രത്തിന് കുഴിമാടം എന്ന പുസ്തകം നമ്മുടെ സദസ്സിൽ വിൽപ്പനക്കൊണ്ട് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. ഇനി നമ്മുടെ ബുറുദ ആരംഭിക്കുകയാണ്.
നേതൃത്വം നൽകുന്നതിന് വേണ്ടി അഷ്റഫ് പെരുമുഖത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സദസ്സിന്റെ പരിസരങ്ങളിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. വളരെ ചുരുങ്ങിയ ചില കസേരകൾ ഒഴിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു.